തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തുടങ്ങിയതിന് ശേഷം SAT ഒരു രാത്രി മുഴുവൻ കുഞ്ഞുങ്ങളുടെയും ഒക്കെ ആശുപത്രിയാണ്. അത് ഒരു രാത്രി മുഴുവൻ ഇരുട്ടിൽ തപ്പി കിടക്കേണ്ടി വരിക, ആ സമയത്ത് ടോർച്ച് വെളിച്ചത്തിൽ ഓപ്പറേഷൻ നടത്തേണ്ടി വരിക, സർജറി നടത്തേണ്ടി വരിക, ഇങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താണ് അവസാനം നമ്മൾ അറിഞ്ഞ കാരണം? മെയിൻ്റനൻസ് നടത്താത്തത് കൊണ്ടാണ് ബ്ലോക്കിന്റെ മുഴുവൻ കരണ്ടും പോയത്. പിന്നെ എത്രയോ കഷ്ടപ്പെട്ടാണ് അതൊക്കെ വന്നത്. ഇതിനേക്കാൾ ശിക്ഷാർഹമായ ദൗർഭാഗ്യകരമായ ഒരവസ്ഥ ഒരു മെഡിക്കൽ കോളേജിന് വരാനുണ്ടോ? അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് COVID-19 വന്നപ്പോൾ പ്രവാസത്തിൽ മരിച്ച മലയാളികളെയൊക്കെ വന്ദേ ഭാരത് പ്ലെയിൻസ് വരുന്നത് വരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടേ ഇല്ല. അവിടെ തന്നെ എന്ത് ചെയ്തു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പോകട്ടെ. ഇനി ഇവിടെ മരിച്ചവരുടെ കാര്യം എങ്ങനെയായിരുന്നു? കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം റെഡ്യൂസ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ മന്ത്രിമാരും അവരുടെ പരിവാരങ്ങളുമാണ്, അല്ലെങ്കിൽ സഖാക്കളാണ് സർട്ടിഫൈ ചെയ്യുന്നത് എന്നുള്ളൊരവസ്ഥ. ഇവിടെ 7000-ൽ താഴെയാണ് മരിച്ചവരുടെ എണ്ണം എന്ന് പറഞ്ഞിരിക്കുന്ന നേരത്താണ് WHO പറയുന്നത് കേരളത്തിൽ 25,000-ൽ കുറയാതെ ആൾക്കാർ കോവിഡ് മുഖാന്തരം മരിച്ചുവെന്ന്. ഈ അടുത്തിട സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ പഠനത്തിന്റെ റിസൾട്ട് വന്നല്ലോ. അപ്പോൾ പറയുന്നതും അതുപോലെ അന്ന് WHO പറഞ്ഞ സമയത്ത് 25,000, അത് കഴിഞ്ഞ് അത് വർദ്ധിച്ച് 1,00,000-ലൊക്കെ മോളിൽ പോയിട്ടുണ്ടാവും. പക്ഷെ 73,000 പേര് എക്സ്ഗ്രേഷ്യ വാങ്ങിച്ചു എന്ന് നമ്മൾ ഓർക്കണം. ഇവിടെ അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന 25,000-ൽ താഴെ മരിച്ചിട്ടുള്ളൂ എന്നാണ്. പക്ഷെ 73,000 പേർക്ക് എക്സ്ഗ്രേഷ്യ എന്ന് വെച്ചാൽ 1,00,000 രൂപയോ മറ്റോ കോടതി വിധിച്ചതനുസരിച്ച് എല്ലാവർക്കും, പിന്നെ കോവിഡ് മുഖാന്തരം മരിച്ചവരുടെ ജീവിച്ചിരിക്കുന്നവർക്കായിട്ട് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ കൈപ്പറ്റിയ 73,000 പേരുടെ പേരിൽ കൈപ്പറ്റി എന്ന് പറയുമ്പോൾ എത്രയും കുറഞ്ഞാലും അത്രയും പേരെങ്കിലും മരിച്ചു എന്നല്ലേ വരുന്നത്. ഇവിടെ ഇഷ്ടം പോലെ ആക്ഷേപം ഉണ്ടായതാണ്. കോവിഡ് മുഖാന്തരം മരിച്ചവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പല കാരണങ്ങളുടെ പേരിലാണ് അവരുടെ മരണ സർട്ടിഫിക്കറ്റ് കൊടുത്തത്, കോവിഡ് മുഖാന്തരം അല്ലെന്ന് അറിയിക്കാൻ വേണ്ടി. അപ്പൊ ഇത്ര വലിയ നാടകം കളിക്കാൻ ഒരു ഹെൽത്ത് സെക്ടറിന് എങ്ങനെ കഴിയുന്നു? അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. കള്ളം പറഞ്ഞ് അത് എവിടെ വേണമെങ്കിലും പറയട്ടെ, വ്യവസായത്തിൽ പറയട്ടെ, എഡ്യൂക്കേഷനിൽ പറയട്ടെ, പക്ഷെ ആരോഗ്യ മേഖലയിൽ അത് ഓർമ്മിക്കുക. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 1991 മുതൽ ഇന്നേ നാൾ വരെ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലാണ്, അതായത് ഇന്ത്യയുടെ സ്ഥാനം മറ്റു രാജ്യങ്ങളുടെ കൂട്ടത്തിൽ 130ആണ്. ആ 130 ആയിരിക്കുമ്പോൾ ആ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിന്റെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വെസ്റ്റേൺ സ്റ്റാൻഡേർഡ്സുമായിട്ട് ചേരുന്നതുമാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് ഇതുപോലെ കള്ളം പറഞ്ഞ് പിന്നെ കോവിഡ് മുഖാന്തരം മരിച്ചില്ല എന്നൊക്കെ പറഞ്ഞത്. ഇനി അതൊക്കെ പോട്ടെ, അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ആലോചിച്ചു, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ വർഷാരംഭത്തിലല്ലേ നമ്മൾ കേട്ടത് ICUവില്, അതായത് സർജറി കഴിഞ്ഞ് കിടന്ന സ്ത്രീയെ എന്ത് ചെയ്തു? പീഡിപ്പിച്ചു. അവനും സഖാവായിരുന്നു. സഖാവ് എന്തൊരു അഹങ്കാരത്തോടെയാണ് പോലീസ് അകമ്പടിയിൽ പിന്നെ വണ്ടിക്കകത്തിരുന്ന് പോകുന്നത്. പോലീസ് വാനിൽ ഇരുന്ന് പോകുമ്പോൾ അവന്റെ തല എങ്ങനെ പൊങ്ങിയിരിക്കുന്നു എന്നാണ്. എന്റെ ആവശ്യങ്ങൾക്ക് ആരെയും എവിടെ വെച്ചും ഞാൻ റേപ്പ് ചെയ്തിരിക്കുമെന്ന ആ ഭാവത്തിലാണ് അവൻ പോയത്. അവനെ അവിടെ വെച്ച് അവൻ പോകുന്നത് കണ്ടാല് ദൂരെ നിൽക്കുന്നവർക്ക് പോലും കല്ലെറിഞ്ഞ് അവനെ കൊല്ലാൻ തോന്നും. അത്ര ധാർഷ്ട്യത്തോടു കൂടി, അത്ര വലിയ ധാർഷ്ട്യത്തോടു കൂടിയും തലക്കനത്തോടു കൂടിയുമാണ് എന്നെ ആരുണ്ട് ചോദ്യം ചെയ്യാൻ എന്നുള്ള ധാർഷ്ട്യത്തോടും കൂടിയാണ് അവൻ ആ ബസ്സിലിരുന്ന് പോലീസ് അകമ്പടിയോടെ പോയത്. ഇനി അതുപോലെ എത്രയെത്ര സംഭവങ്ങൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലും ഒക്കെ എന്തെല്ലാം അനുഭവങ്ങളാണ്. ആ ദുരനുഭവങ്ങളെക്കാളൊക്കെ മോശമല്ലേ? അതായത് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി 5 രോഗങ്ങൾ, അതായത് ക്യാൻസർ, കിഡ്നി ഫെയിലിയർ, കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട രോഗം, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട രോഗം, ലിവറുമായിട്ട് ബന്ധപ്പെട്ട രോഗം, ഇങ്ങനെയുള്ള 5 പ്രധാനപ്പെട്ട വലിയ ചെലവ് വരുന്ന രോഗങ്ങൾ കവർ ചെയ്യാൻ പാവപ്പെട്ടവർക്ക് കൊണ്ടുവന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് കാരുണ്യ സ്കീം. ആ കാരുണ്യ സ്കീമിനും കടയ്ക്ക് കത്തിവെച്ചില്ലേ? 13,000 കോടിയിലധികം രൂപയാണ് 2024-25 കാരുണ്യ ലോട്ടറി വഴി കിട്ടിയത്. പക്ഷേ 1,500 കോടി രൂപ ഈ സ്വകാര്യ ആശുപത്രികൾ, അതായത് ഈ കാരുണ്യ ഡെവലപ്മെന്റ് സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികൾക്കും സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്കും കൊടുക്കാനുള്ള കടം
അതായത് കുടിശ്ശിക 1500 കോടിയോളമാണ്. ഈ 13,500 കോടി കിട്ടിയതാണെന്ന് ഓർക്കണം ഈ കാര്യത്തിന് വേണ്ടി. 1500 കോടി കുടിശ്ശിക കിടക്കുന്നതുകൊണ്ട് അവരൊക്കെ അതിൽ നിന്ന് പിന്മാറുകയാണ്. ആരാണ് സഹിക്കുന്നത്? ഇവിടുത്തെ പാവങ്ങളിൽ പാവങ്ങളായ പാർശ്വവൽക്കരിക്കപ്പെട്ട ഇത്തരം രോഗങ്ങൾക്ക് അടിമയായി തീരുന്നവര്. അവരെ ആര് സംരക്ഷിക്കും? അവരെ സംരക്ഷിക്കാൻ വേണ്ടി മാണിസാറ് കൊണ്ടുവന്ന ഒരു സ്കീമായിരുന്നു ഇത്. ആ സ്കീമിന് പോലും കത്തിവെച്ച ഈ ഹെൽത്ത് സെക്ടർ പറയുക, അയ്യോ ഹെൽത്ത് സെക്ടർ ഭയങ്കര കേരളത്തിന് വലിയ ഭൂഷണമാണ് എന്ന്. അതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാത്ത് ലാബുകളിൽ ഒന്ന് എന്നേ ഇല്ലാതെയായി. അങ്ങനെ കേടുവന്നു പോയി. മാസങ്ങൾക്ക് ശേഷം അതിനുവേണ്ടി പുതിയ ഇത് വാങ്ങിക്കുന്നു. അങ്ങനെ എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അത് ഹൂ വിൽ ഇനോഗുറേറ്റ് ഇറ്റ് എന്നുള്ളതിന്റെ പേരിൽ ഇനോഗുറേറ്റ് ചെയ്ത് ഇതുവരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. അപ്പോഴും മനുഷ്യരെ പറ്റിയോ മനുഷ്യരെ രോഗങ്ങളെ പറ്റിയോ ഒരു മെഡിക്കൽ കോളേജിന്റെ ലക്ഷ്യത്തിനത്തെ പറ്റിയോ ഒന്നുമല്ല അവനവന്റെ എന്താണ് ആര് ഇതിന്റെ നാട മുറിക്കും എന്നുള്ളതൊക്കെയാണ് ഇവിടെ പ്രധാനപ്പെട്ട. അതായത് മുഖം മിനുക്കലാണ് ഇവിടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ജോലി. അത് മുഖ്യനാകട്ടെ, മുഖ്യന്റെ താഴേക്കുള്ള മന്ത്രിമാരാകട്ടെ, ആരുമാകട്ടെ, എല്ലാവർക്കും മുഖം മിനുക്കലാണ് പ്രധാനപ്പെട്ട ജോലി എന്നതിന്റെ തെളിവാണ് അതങ്ങനെ കിടക്കുന്നത്. അപ്പൊ ഈ ആരോഗ്യ മേഖല, അതായത് എന്താ പറയുക, മെഡിക്കൽ കോർപ്പറേഷന് കമ്പനികൾ മരുന്ന് കൊടുക്കുന്നില്ല. അതുപോലെ മെഡിക്കൽ കോളേജിന്റെ ഒക്കെ ഹോസ്പിറ്റലിനകത്ത് തന്നെയുള്ള മരുന്നുകൾ കൊടുക്കേണ്ട വിങ്ങിലേക്ക് മരുന്ന് കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ്? എല്ലായിടത്തും കോടിക്കണക്കിന് കുടിശ്ശിക കിടക്കുന്നു. അങ്ങനെ താറുമാറായ ഒരു ഹെൽത്ത് സെക്ടർ, പ്രൈമറി ഹെൽത്ത് സെക്ടറുകളിലൊക്കെ ചെന്ന് നോക്കണം എന്താണ് അവസ്ഥയെന്ന്. പൊട്ടിപ്പൊളിഞ്ഞ കസേരയും അതും ഇതും ഒക്കെ ആയിട്ട് വളരെ ശോച്യമായ അവസ്ഥയിലാണ് ഇവിടുത്തെ ഹെൽത്ത് സെക്ടർ. ഒരു പക്ഷേ 1956 ശേഷം ഇത്ര മോശമായ ഒരു ഹെൽത്ത് സെക്ടർ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ ഒന്ന് ചുറ്റി നടന്നാല്, അതായത് ആരെങ്കിലും സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിലോ എവിടെയെങ്കിലും അല്ലെങ്കിൽ ബോട്ടണിയുമായിട്ട് ബന്ധപ്പെട്ടോ സുവോളജിയുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ PhD ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് ഇറങ്ങിത്തിരിഞ്ഞ് നടന്ന് നോക്കിയാൽ മനസ്സിലാകും, ഗവേഷകർക്ക് മനസ്സിലാകും എത്ര ശോച്യമായ അവസ്ഥയിലേക്കാണ് കേരളത്തിന്റെ ഹെൽത്ത് സെക്ടർ മാറിയിരിക്കുന്നത് എന്ന്. അതുപോലെ തന്നെയാണ് നമുക്ക് എഡ്യൂക്കേഷനെ പറ്റി ആലോചിച്ചാൽ, അത് ആഗോള എഡ്യൂക്കേഷൻ ഹബ്ബാക്കി ഇന്ത്യയെ മാറ്റും, കേരളത്തെ മാറ്റും. ഈ കേരളത്തിലേക്ക് വിവിധ സർവകലാശാല, ഓക്സ്ഫോർഡ് തൊട്ടുള്ള MIT തൊട്ടുള്ള സർവകലാശാലകളിൽ നിന്ന് സ്റ്റുഡൻസ് എൻറോൾ ചെയ്യാൻ വരും എന്നൊക്കെയാണ് വീമ്പിളക്കുന്നത്. പക്ഷെ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ എന്താണ് ക്യാമ്പസുകളിൽ നിന്ന്, ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചതുകൊണ്ട് ഇനി ഞാൻ അതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല, വായ്പ എടുത്ത് പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ കുട്ടികൾ വിദേശത്തേക്ക് പഠനത്തിന് വേണ്ടി പോവുകയാണ്. വിദേശത്തേക്ക് പഠനത്തിന് പോകുന്ന ഒരു നല്ല ഭാഗം കുട്ടികൾ ഗ്രാജുവേഷൻ കഴിഞ്ഞും എഞ്ചിനീയറിംഗ് കഴിഞ്ഞും പോലും പോകുന്നത് വെസ്റ്റേൺ കൺട്രീസിലെ ഒക്കെ കെയർ സെക്ടറിൽ, കെയർ ഇക്കോണമിയിൽ വർക്ക് ചെയ്യാനാണ്. എന്താ ഈ കെയർ ഇക്കോണമി എന്ന് പറഞ്ഞാൽ 60+ പോപ്പുലേഷന്റെ ശുശ്രൂഷകൾ. അതിനുവേണ്ടി ഒരു പ്രത്യേക ഒരു ട്രെയിനിങ് കിട്ടും അവർക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ. ആ ട്രെയിനിങ് കഴിഞ്ഞ് ആ ജോലി കയറുക, നല്ല ശമ്പളം കിട്ടും. അപ്പൊ അവർക്ക് ജോലിയുടെ ഡിഗ്നിറ്റി ഓഫ് ലേബർ അല്ല അവരെ സംബന്ധിച്ച് പ്രധാനം. ഡിഗ്നിറ്റി, ഇപ്പൊ ഈ കെയർ ഇക്കോണമിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഡിഗ്നിറ്റി ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ നമ്മൾ സാധാരണ ഡിഗ്നിഫൈഡ് ജോബ്, ഒരു ഡോക്ടറുടെ ജോബിനോടും ഡിഗ്നിഫൈഡ് ആണ് ഒരു അറ്റൻഡറുടെ ജോബ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ ഒരു എഞ്ചിനീയറുടെ ജോബിനോളം പ്രധാനമാണ് ഒരു ശുചീകരണ തൊഴിലാളിയുടെ ജോലി എന്ന്. രണ്ടും ജോലിയാണ്, പക്ഷെ രണ്ടിന്റെയും സ്റ്റേറ്റസ് ശമ്പളം അനുസരിച്ചും അതിനുവേണ്ട ക്വാളിഫിക്കേഷൻ അനുസരിച്ചും ഒക്കെ സ്റ്റേറ്റസിൽ ഡിഫറൻസ് വരും. അതനുസരിച്ച് നോക്കുമ്പോൾ ഈ പറയപ്പെട്ട ജോലികൾക്ക് സ്റ്റേറ്റസ് കുറച്ച് കുറവുള്ളതാണ് കെയർ ഇക്കോണമിയിലെ ജോലികൾ. അപ്പൊ എല്ലാവരും അതൊന്നും ചെയ്യാൻ ഇഷ്ടപ്പെടുകയും ചെയ്യില്ല. ജോലി ഏതും മഹത്വമുള്ളതാണ്, ഏത് ജോലി ചെയ്തും ജീവിക്കുന്നതാണ് മഹത്വപൂർണമായ ജീവിതം. എങ്കിൽ പോലും ജോലികളിൽ തന്നെ എല്ലാത്തരം ജോലികളിലും തരംതിരിവുകളുണ്ട്. ആ തരംതിരിവിനെ പറ്റി ഞാൻ പറഞ്ഞു. അപ്പൊ ഈ കെയർ ഇക്കോണമിയിൽ ജോലി ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ നിന്ന് ലക്ഷക്കണക്കിന് കുട്ടികൾ, അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ആകെ എടുക്കുന്ന എഡ്യൂക്കേഷൻ ലോൺസിന്റെ 17% കേരളത്തിൽ നിന്നാണ്. അപ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 2.71% ആണ് കേരളത്തിന്റെ പോപ്പുലേഷൻ. ആ 2.71 എന്നുള്ളത് 2.1 ഒക്കെ ആയിട്ട് ഇപ്പൊ കുറഞ്ഞിട്ടുണ്ടാവണം. കാരണം 2.71 2011 പോപ്പുലേഷനാണ്. ഇപ്പൊ 2021 കഴിഞ്ഞ് 2026 ആകുന്നു. ഇപ്പൊ ഒരു പോപ്പുലേഷൻ സെൻസസ് എടുത്താല്
ഈവൻ 2.4 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോപ്പുലേഷൻ, ഇന്ത്യയുടെ പോപ്പുലേഷൻ കുറഞ്ഞിട്ടുണ്ടോ. അപ്പൊ അങ്ങനെ 2.4 കുറയുന്ന കേരള പോപ്പുലേഷൻ, അവരുടെ കുട്ടികളാണ് ഇന്ത്യയിലെ 17% വായ്പ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ശരാശരി ഇന്ത്യയിൽ നിന്ന് പോകുന്നതിനേക്കാൾ വളരെ കൂടുതൽ കുട്ടികളാണ് കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നത് എന്നതാണ്. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ പോകുന്നത്? അതിനാണ് നമ്മൾ നേരത്തെ വെറ്റിനറി കോളേജിലെ കൊലപാതകം, മയക്കുമരുന്ന്, അതുപോലെ തന്നെ ഗുണ്ടാ വിളയാട്ടം, അങ്ങനെ 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 പറഞ്ഞാൽ തീരാത്തത്ര കാരണങ്ങളാണ് ക്യാമ്പസുകളിലേക്ക്. അതായത് LKG കുട്ടിയെ വിടാൻ പോലും ഇന്ന് പേരൻസിന് പേടിയാണ് കേരളത്തിലെ. ആ സ്ഥിതിയിലെ ക്യാമ്പസുകൾ മലീമസമാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ക്യാമ്പസുകളിൽ കുട്ടികളെ വിട്ടു പഠിപ്പിച്ചാൽ ഉണ്ടാകുന്ന ആപത്ചങ്ക കൊണ്ടായിരിക്കാം പേരൻസ് വായ്പയെടുത്ത്. അതുപോലെ തന്നെ ഏകദേശം 1 മാസം മുൻപ് പത്രത്തിൽ വന്ന ഒരു ന്യൂസ് ഞാൻ ഓർമ്മിക്കുകയാണ്. വീടും എല്ലാം വിറ്റ്, അതായത് വേരോടെ വിറ്റ് പണവുമായിട്ട് പോകുകയാണ്. പേരൻസ് വല്ല വാടക വീട്ടിലേക്കും താമസം മാറ്റിയിട്ട് മകനെ പഠിപ്പിക്കാൻ വേണ്ടി തറവാടോടെ വിറ്റ് പണം എടുത്ത് പോവുകയാണ്. അത്രയധികം ചെലവാണ്. 12 ലക്ഷം രൂപയൊക്കെയാണ് അഡ്മിഷന് വേണ്ടി തന്നെ ഓരോ യൂണിവേഴ്സിറ്റീസ് മേടിക്കുന്നത്. അതുപോലും കൊടുത്തു പോയിട്ട് അവസാനം കെയർ ഇക്കോണമിയില്ല ജോലി ചെയ്യുന്നതെന്നൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ എന്ത് ജാള്യതയോട് വേണം അതൊക്കെ ആലോചിക്കാൻ തന്നെ. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ വിദ്യാഭ്യാസ രംഗവും ഇതുപോലെ കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. ഇതിനെ നേരെ ആക്കണം എന്നുണ്ടെങ്കിൽ വളരെ ശക്തമായ നടപടികളോടുകൂടി, മുൻവിധികളില്ലാതെ ഇവിടുത്തെ നമ്മുടെ വരും തലമുറയെ നല്ലവണ്ണം വളർത്തിക്കൊണ്ടുവരണം, ഒരു നല്ല ഭാവി അവർക്ക് കരുപ്പിടിപ്പിച്ചു കൊടുക്കണം എന്ന ഉറച്ച തീരുമാനങ്ങളുള്ള ഒരു ഗവൺമെന്റ് വന്നാൽ മാത്രമേ വിദ്യാഭ്യാസ രംഗത്തൊക്കെ നാം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റം വരൂ. ഇനി നമുക്ക് കാർഷിക രംഗം നോക്കണ്ടേ? കാർഷിക രംഗത്തേക്ക് നോക്കി എന്താ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? അതായത് എന്നും കേൾക്കാം ആന ചവിട്ടിക്കൊന്നു. ഇന്നലെ ഉണ്ടായിരുന്നു ആന കൊന്ന സംഭവം. അങ്ങനെ വന്യമൃഗ മനുഷ്യ സംഘർഷം സർവത്ര വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവ്വ മേഖലകളിലും. ഒരു ജില്ല ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും ഈ പറയപ്പെട്ട പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെ കർഷകന് കൃഷി വിട്ട് എങ്ങോട്ട് ഒളിച്ചോടാം എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവനോട് പറയുന്ന വാഗ്ദാനങ്ങളൊക്കെ വെറും വീൺവാക്കുകളാണ്. ഒരു വാഗ്ദാനം പോലും പാലിക്കപ്പെടുന്നില്ല. അതുപോലെ ഇപ്പോ എന്താ പറയുക, ഫെൻസിങ്, അത് സോളാർ ഫെൻസിങ് നടത്തി ആനയിൽ നിന്ന് രക്ഷിക്കാമെന്ന് പറഞ്ഞു. ഇതാ ഈ അടുത്ത നാളിൽ തന്നെ ആറളം ഫാമില് ഫെൻസിങ് മുഴുവൻ ആന തകർത്തു. അതുപോലെ തന്നെ വയനാട് കുറുവാ ദ്വീപിന് സമീപം ഒരുപാട് കിലോമീറ്ററുകൾ സ്ഥാപിച്ചിരുന്ന സോളാർ ഫെൻസിങ് ഈ 3 കോടിയിലധികം രൂപ മുടക്കി അടുത്ത നാളിലാണ് സോളാർ ഫെൻസിങ് അവിടെ പൂർത്തിയാക്കിയത്. 1 മാസം മുൻപ് അത് പൂർത്തിയാക്കി 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആന അത് തകർത്തു. അപ്പൊ അത്ര മോശമായിട്ട്, അതായത് പൈസ ആരുടെയെങ്കിലും ഒക്കെ പോക്കറ്റിലേക്ക് പോകുന്നുണ്ടാകും, പക്ഷെ ഫെൻസിൽ അത് എത്തുന്നില്ല പൈസ. അതുകൊണ്ട് ഫെൻസ് വളരെ ദുർബലമായിരിക്കും. അങ്ങനെ ദുർബലമായിട്ടുള്ള ഫെൻസിങ് ഒക്കെ വളരെ ഈസി ആയിട്ട് വയനാട്ടിലെ അല്ല, ആനകളെ പൊതുവെ പഠിക്കാനായിട്ട് കുറച്ചു കാലം ഇവരെയൊക്കെ ഇത്ര ഉദ്യോഗസ്ഥരെയൊക്കെ അവരുടെ കൂടെ, ആനയുടെ കൂടെ വാസത്തിന് വിടണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോഴേ ആന എത്ര കരുത്തനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആനയെ പിടിച്ച്, അതായത് ഫെൻസ് ചെയ്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ അത്ര കരുത്തോടെ വേണം ആ ഫെൻസിങ് ഉണ്ടാക്കാൻ എന്ന് മനസ്സിലാക്കി കൊടുക്കണം അവർക്ക്. വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് ആന വരാതിരിക്കാൻ. അതിന് ഏറ്റവും നല്ലതായിരുന്നു തോമസ് ഐസക്കിന്റെ ഡോക്ടർ 2016-17 ബജറ്റിൽ പറഞ്ഞിരുന്നു 1 ലക്ഷം മുളം തൈകൾ വച്ചു പിടിപ്പിക്കും. മുളയാണ് ആനയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭോജനം. ആ ഭോജനം 1 ലക്ഷം മുളം തൈകൾ കാടിന്റെ അതിർത്തി രേഖകളിൽ വെച്ച് പിടിപ്പിച്ചിരുന്നെങ്കിൽ, ആ മുളം തൈകൾ പെറ്റുപെരുകി 2016 ഇട്ടിരുന്നെങ്കിൽ ഇപ്പോ ധാരാളം മുളങ്കാടുകൾ ഉണ്ടായേനെ ഈ പറയപ്പെട്ട വന്യമൃഗ മനുഷ്യ സംഘർഷ ആനയുടെ സംഘർഷ മേഖലകളിലൊക്കെ. പക്ഷെ ഒരു മുളം തൈ പോലും വെച്ച് പിടിപ്പിച്ചിട്ട് ഈ ഗവൺമെന്റുകള്, കേരളത്തിൽ ഭരിച്ച എല്ലാ ഗവൺമെന്റുകളും എത്ര ലക്ഷ്യബോധമില്ലാത്ത ഗവൺമെന്റുകളാണ്, എത്ര വിവരം കെട്ട ഗവൺമെന്റുകളാണ് എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാണ് ഗ്വാളിയർ റൈൻസ്. വയനാട് മുഴുവനും ഇല്ലയായിരുന്നു, ബാംബു ആയിരുന്നു. ആ ബാംബു ആയിരുന്നു ഗ്വാളിയർ റൈൻസിന്റെ റോ മെറ്റീരിയൽ. ഗ്വാളിയർ റൈൻസ് അത് വെട്ടിയെടുക്കുന്നതിനോടൊപ്പം തന്നെ അഫോറസ്ട്രേഷൻ, അതായത് ബാംബുവിന്റെ അഫോറസ്ട്രേഷൻ നടത്തണമെന്നും കൂടി ഒറ്റ ഡിമാൻഡ് വെച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മളിപ്പൊ അനുഭവിക്കുന്നത് പോലെയുള്ള ദുരന്തം
കേരളം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. വന്യമൃഗ അതായത് വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ തീറ്റയില്ലാതെയായി, അത് നാട്ടിലേക്ക് ഇറങ്ങുന്നു. അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതും ഒരു ജീവി, അതിന് ജീവിക്കണം. അത് മനസ്സിൽ കണ്ടുകൊണ്ട് ദീർഘവീക്ഷണത്തോടുകൂടി ഗ്വാളിയർ റയൻസിനോട് തന്നെ, ഇപ്പൊ റയൻസും വിട്ടുപോയല്ലോ, ഗ്വാളിയർ റയൻസിനോട് തന്നെ വെട്ടിയിറക്കുന്ന ബാമ്പുവിന് തത്തുല്യമായ രീതിയിൽ പുതിയ ബാമ്പു തൈകൾ വെച്ചുപിടിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, അത് നിഷ്കർഷിച്ചിരുന്നുവെങ്കിൽ ഇത്രയും വലിയൊരു അത്യാഹിതം ഉണ്ടാകില്ലായിരുന്നു. കഴിഞ്ഞു പോയ കാര്യം പോകട്ടെ, ഇപ്പോഴെങ്കിലും ഡോക്ടർ ഐസക്കിന് തോന്നിയ ആ കാര്യം പിന്നെ വന്ന ഗവൺമെന്റോ ഡോക്ടർ ഐസക്കിന്റെ ഗവൺമെന്റ് തന്നെയോ വച്ചുപിടിപ്പിച്ചില്ല, തുടങ്ങിയത് പോലുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള അതായത് കാർഷിക മേഖല സ്തംഭനാവസ്ഥയിലാണ്. അവരുടെ ഇൻഷുറൻസ് തുകയൊന്നും കൃത്യമായിട്ട്, ആന കൊന്ന ഉടനെ പൈസ കൊണ്ടേ കൊടുക്കും, കാരണം മനുഷ്യരെ പേടിച്ചിട്ട്. അതല്ലാതെ മറ്റു കിട്ടേണ്ട ഇൻഷുറൻസ് തുക കൃത്യമായി കിട്ടുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ കേര പദ്ധതി, അതായത് വേൾഡ് ബാങ്കിന്റെ വലിയൊരു വായ്പയാണ്, അതിന് 140 കോടിയോ മറ്റോ ആയിരുന്നു ഇപ്പോൾ കിട്ടേണ്ട, ആദ്യ ഗഡുവായിട്ട് കിട്ടേണ്ടത്. കേര പദ്ധതി എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ കാർഷിക മൊത്ത വികസനത്തിന് വേണ്ടി നൽകുന്ന പദ്ധതിയുടെ വായ്പയുടെ ആദ്യ ഗഡു. ആ ആദ്യ ഗഡു വന്നിട്ട് അതും വകമാറ്റി ചെലവഴിച്ചു. ആ വായ്പ വന്നു കഴിഞ്ഞാൽ 7 ദിവസത്തിനകം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ ആ പണം എത്തിയിരിക്കണം എന്നാണ് വേൾഡ് ബാങ്കിന്റെ കണ്ടീഷൻ. പക്ഷേ വേൾഡ് ബാങ്ക് അന്വേഷിക്കുമ്പോൾ പണം എത്തിക്കഴിഞ്ഞിട്ട് ഒരു മാസം ആകാറായിട്ടും അത് വകുപ്പിൽ എത്തിയിട്ടില്ല. അങ്ങനെ വേൾഡ് ബാങ്കിന്റെ ആൾക്കാർ കേരളത്തിൽ വരുന്നു. കേരളത്തിൽ വരുമ്പോൾ ഗവൺമെന്റ് പറയുന്നു അത് വകമാറ്റി ചെലവഴിച്ചു എന്ന് പറയുന്നില്ലെങ്കിൽ അത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തു, ഉടനെ തന്നെ അഗ്രികൾച്ചറിന് കൊടുക്കാമെന്ന്, കാർഷിക പദ്ധതിക്ക്. അപ്പോൾ വായ്പ എടുക്കുന്ന ഫണ്ട്, അത് CAG തന്നെ പറഞ്ഞിട്ടുണ്ട്, കേരളം വായ്പ എടുക്കുന്ന ഫണ്ടിന്റെ ഒരു 87% റവന്യൂ ചെലവിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്, ബാക്കി മാത്രമേ മൂലധന ചെലവിന് വേണ്ടി ചെലവഴിക്കുന്നുള്ളൂ എന്ന്. അതായത് കടം കൊണ്ട് കഞ്ഞി വെച്ചു കുടിക്കുന്ന ഗവൺമെന്റ് കടം മേടിക്കുന്നത് മൂലധന ചെലവിന്, റോഡ് പണിയാനോ സ്കൂൾ പണിയാനോ അങ്ങനെയൊക്കെയുള്ള മൂലധന ചെലവിനായിരിക്കണം. ഇവിടെ കടം വാങ്ങിക്കുന്നത് കഞ്ഞി കുടിക്കാനാണ്, ഗവൺമെന്റിന്റെ നിത്യനിദാന ചെലവുകൾക്ക് വേണ്ടിയാണ്, ശമ്പളം കൊടുക്കാനാണ് എന്നതാണ് നമ്മുടെ കേരളം. ഇങ്ങനെയുള്ള ഒരു കേരളത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, നോക്കൂ ഈ മഹത്തായ കേരളം എന്റെ സൃഷ്ടിയാണ് എന്ന് പഠിക്കുന്ന ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രി, താങ്കൾ 2 വട്ടം ആലോചിച്ചിട്ട് വേണം ഇത്തരം പ്രസംഗങ്ങൾ നടത്തി മുഖം മിനുക്കാൻ. ആദ്യം താങ്കൾക്ക് മുഖമുണ്ടാകട്ടെ. മുഖമുണ്ടായതിന് ശേഷം, അപ്പോൾ അതിന് മുഖമുണ്ടായി കഴിഞ്ഞാൽ അതിന് മിനുക്കൽ ആവശ്യമുണ്ടാവില്ല. മുഖമില്ലാത്തത് കൊണ്ടാണ് മുഖം മിനുക്കാൻ വേണ്ടി ഇത്രയധികം കോടികൾ ചെലവഴിച്ച് ഈ ആർഭാടങ്ങളൊക്കെ നടത്തി ഗവൺമെന്റ് തന്നെ സ്തംഭിച്ചു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്.